കൽബാണ് മലബാർ. ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡബ്സിയുടെ ഒരു അലറി വിളിക്കലായിരിക്കും നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവുക. ട്രുറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോന്നിയ പോലെ ഒരു കോതയ്ക്ക് പാട്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ സ്റ്റേജിൽ കയറി ആർക്കോ വേണ്ടി എന്തൊക്കെയോ പാടുന്ന ഒരു തരത്തിലുള്ള ഒരു പാട്ടായിരുന്നു പുള്ളിക്കാരൻ പാടിയിട്ടുണ്ടായിരുന്നത്. അത് സൗദി അറേബ്യയിലെ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡബ്സിയുടെ സൗദിയിൽ നടന്ന ഈ ഒരു ഇൻസിഡന്റ് ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്ലേബാക്ക് സിംഗറുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നില്ല അവിടെ എല്ലാവരും കണ്ടിരുന്നത്. ഒരു പ്രമുഖ അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേബാക്ക് സിംഗർ ആയിട്ടുള്ള ഡബ്സി സ്റ്റേജിൽ കയറിക്കൊണ്ട് വെറുതെ കിടന്ന് അലറി വിളിക്കുകയായിരുന്നു. മലബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നിലവിളികളാണ് അദ്ദേഹം സ്റ്റേജിൽ കാട്ടിക്കൂട്ടിയത്. അതിനെതിരെ അത് കണ്ടിരുന്ന പ്രേക്ഷകർ ഒരുപാട് തവണ അതിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ ഡബ്സിയെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രമേലുള്ള ഒരു കോമാളിത്തരമായിരുന്നു അദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് നടത്തി. നമ്മൾ ഒരുപാട് ആരാധനയോടെ കണ്ടിരുന്ന എത്രയോ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഡബ്സി. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പെരുമാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സൗദിയിൽ നടന്ന ആ ഒരു സംഭവത്തിന് ശേഷം ഡബ്സി താൽക്കാലികമായിട്ട് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയാണെന്ന് തന്റെ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം താൽക്കാലികമായിട്ട് അദ്ദേഹം ബ്രേക്ക് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് നിന്നുകൊണ്ട് കോമാളിത്തരം കാണിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ബ്രേക്കൊക്കെ എടുത്ത് നല്ല ശക്തമായ തിരിച്ചുവരവ് നടത്തുകയാണെങ്കിൽ കൈയടിച്ച് സ്വീകരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. ഈ ഒരു മ്യൂസിക്കിന്റെ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അദ്ദേഹം പങ്കുവച്ച ഒരു ചിത്രം ഉണ്ടായിരുന്നു. കറക്റ്റ് വിനായകന്റെ ലുക്കുള്ള ഒരു മേക്ക് ഓവർ നടത്തിയിട്ടാണ് അദ്ദേഹം ആ ഒരു പരിപാടിക്ക് പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ നിന്ന് പ്രചരിച്ച പല ഫോട്ടോസുകളിൽ നിന്നും ആളുകൾ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തന്നെ അത് വിനായകനാണ് എന്നുള്ള മട്ടിലാണ്. കാരണം നമുക്കറിയാം മലയാള സിനിമയിൽ തന്നെ ഒരു നടനെന്നതിലുപരി ഒരുപാട് കോമാളിത്തരങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിനായകന്റെ ഭാഗത്ത് നിന്നായിരിക്കും. അതേ ഒരു തരത്തിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ ഡബ്സിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പലരും അങ്ങനത്തെ തെറ്റിദ്ധാരണ നടത്തിയിട്ടുണ്ടായിരുന്നു അത് വിനായകനാണെന്നുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിനായകന്റെ ഭാഗത്ത് നിന്ന് ഇതേപോലൊരു കോമാളിത്തരം നടത്തിയിട്ടും അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്കുണ്ടായിരുന്നു.